ആശങ്ക തന്നെയാണ്. പിന്നെ എൻ്റെ ഭാര്യേൻ്റെ മക്കളും പിന്നെ എല്ലാം കറക്റ്റായിട്ട് പൂരിപ്പിച്ചു കൊടുത്ത സംഭവം അതൊന്നും വന്നിട്ടില്ല. വിഷമം തന്നെയാണ്, ആശങ്ക തന്നെയാണുള്ളത്. ആശപ്പെട്ടിന് ഹിയറിങ്ങിന് എന്തായാലും വലിയ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. പ്രദേശവാസികൾ എല്ലാവരും തന്നെ ഈ ആശങ്കക്ക് ഒരാളല്ലെങ്കിൽ ഒരാൾ എന്ന രീതിയിൽ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഇതിന് ഇരയാവാത്ത ആളുകളില്ല എന്ന സാഹചര്യമാണ് പ്രദേശത്തുള്ളത്. ഒറ്റ വാർഡിൽ നിന്നായതുകൊണ്ട്, ഒറ്റ ബൂത്തിൽ നിന്നായതുകൊണ്ട് വലിയ തരത്തിൽ ആശങ്ക നിൽക്കുന്നത്. ഇപ്പൊ എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? നിങ്ങൾ ഇങ്ങനെ വീട്ടില് വൈഫിനും ഇല്ല, മൂത്ത ചേട്ടനും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം വരെ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം രണ്ടുപേർക്കും ഇല്ല. നിങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലാം പൂരിപ്പിച്ചു കൊടുത്തതാണ്. എല്ലാം പൂരിപ്പിച്ചു കൊടുത്തന്നെ. ഇയറിങ്ങിനെ വിളിച്ചിട്ടുണ്ട്, പോണം. പക്ഷെ ഇതുവരെ വിളിച്ചിട്ടില്ല ആരും. ഇപ്പൊ എന്താണ് ആശങ്ക ഉണ്ടോ? ആശങ്ക ഇല്ലാണ്ടിരിക്കുക. കാരണം വെച്ചാൽ നമുക്ക് നിർബന്ധമല്ല നമ്മൾ വോട്ട് ചെയ്യണമെന്നുള്ളത്. പിന്നെ പാർട്ടിക്കാരൊന്നും ഇതിലൊന്നും താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. ഇതുവരെ അവരൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും കിട്ടിയിട്ടില്ല. എന്തായാലും ഇപ്പൊ ഇങ്ങനെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. എന്തായാലും ഈ ഒരു പ്രയാസം അങ്ങനെ തന്നെയാണ് അദ്ദേഹവും പങ്കുവെക്കുന്നത്. എല്ലാ ആളുകളും ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന രീതിയിൽ വീട്ടിൽ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഇദ്ദേഹത്തിനുണ്ട്, പക്ഷെ അതേസമയം അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭാര്യയ്ക്കില്ല, അതുപോലെ ജ്യേഷ്ഠനില്ല. ഇങ്ങനെ വലിയ ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്നതിൽ അധിക ആളുകളും ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ കുടുംബത്തിൽ നിന്ന് ഈ രൂപത്തിൽ പുറത്തുപോയ ആളാണ്. അത് വലിയ ആശങ്കയാണ് പ്രദേശത്തുണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും ഇത് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുക എന്നൊരു സാഹചര്യം മാത്രമല്ല എന്നതാണ് അവരെ ആശങ്കയിലാക്കുന്നത്. ഇത് ഒരു പക്ഷേ പൗരത്വത്തിൽ നിന്ന് തന്നെ പുറത്തായി പോകുമോ എന്ന ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പരിഹരിക്കാനുള്ള മാർഗമായി പറയുന്നത് രേഖകളുമായി നേരിട്ട് ഹാജരാകണമെന്നാണ്. ഇതും വലിയ ആശങ്കയാണ്. കാരണം വിദേശത്തുള്ള ആളുകൾ, അതുപോലെ പല സ്ഥലങ്ങളിൽ പഠിക്കാനും ജോലിക്കും ഒക്കെ ആയി പോയിട്ടുള്ള ആളുകൾ കൃത്യമായി എല്ലാ മാനദണ്ഡങ്ങളും പ്രകാരം പൂരിപ്പിച്ച് കൊടുത്തതിന് ശേഷവും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നത് വലിയ പ്രയാസമാണ് ഉണ്ടാകുന്നത്. ചേച്ചി, ഇങ്ങനെ ഈ ഒരു സംഭവം ഇതിന് പുറത്തായിട്ടുണ്ടോ? ഇതിലുണ്ടോ? ഹിയറിംഗിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. സംഗതിയൊക്കെ അറിഞ്ഞിരുന്നോ? കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അറിയുന്നുണ്ട് ആളുകൾ പുറത്തായതൊക്കെ അല്ലേ? എല്ലാം അറിയുന്നുണ്ട്. സംസാരിക്കുമ്പോ ആളുകളൊക്കെ ആ ഒരു ആശങ്ക പങ്കുവെക്കുന്നുണ്ടോ? എല്ലാവർക്കും ബുദ്ധിമുട്ട് പറയുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്.